ആരാ? സാറാ. ആ സാറേ, എന്താടാ? ഞാൻ ഒരു റൗണ്ട്സിന് പോയിട്ട് വരുവാ. അയാളുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. ഓ, അതവന്റെ അടുത്ത സുഹൃത്ത് ആനന്ദമായിരിക്കും. കണ്ണൊന്ന് തെറ്റുമ്പം കഴുത്തിന് പിടിച്ചങ്ങ് ഞെക്കിയരെ. സാറ് ധൈര്യമായിട്ടിരുന്നോ, എല്ലാം ഓക്കെയാണ്. കൊല്ലാൻ വേണ്ടിട്ട് കഴുകനെ പോലെ നടക്കുക ശക്തി. മേഘേട്ടൻ കിടന്നല്ലേ തോമസ് വൈദ്യന്റെ ഹോസ്പിറ്റല്? അതുകൊണ്ട് ഇനി അയാൾക്ക് പ്രൊട്ടക്ഷൻ വല്ലതും കൊടുക്കുമായിരിക്കോ? ഏയ്, അങ്ങനെയാണെങ്കി ഇപ്പൊ ശക്തി പറയുമായിരുന്നല്ലോ, മഹാലക്ഷ്മിയെ ഫൈനാൻസിയേഴ്സിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അനന്തവിനെ കൂട്ടിനിരുത്തിയിരിക്കാന്നാ തോന്നുന്നത്. ഈ കണക്കിന് അവർക്കെങ്ങനെ അധികാരം കൈമാറുമല്ലോ? അതിനവൻ ജീവനോടെ വേണ്ടേ ഉണ്ണി. അവന്റെ ആയുസിൽ നമ്മളിപ്പോ ആണി തറച്ചു വെച്ചിരിക്കുകയല്ലേ. കരുണയൊക്കെ വലിയ പ്രതീക്ഷയില്ല. ഈ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞാ അവളിങ്ങോട്ട് വന്നിരിക്കുന്നേ. അവളോട് ഞാൻ സംസാരിച്ചായിരുന്നല്ലോ. പലപ്പോഴും നമ്മൾ ഇതുപോലെ മഹാലക്ഷ്മി വരില്ല എന്ന് പറഞ്ഞ് നമ്മളൊരിക്കൽ കമ്പത്തിന് തിരി കൊളുത്തിയതാ. എന്നിട്ട് ആ കമ്പത്തിന് ഇടയിലൂടെയാണ് അവൾ നടന്ന് കയറിയത്. നമ്മൾ വാങ്ങിച്ച കമ്പം അവര് പൊട്ടിക്കായിരുന്നു. അതിനൊക്കെ പരിച സഹിതം മറുപടി കൊടുത്തേ പറ്റൂ. നീ നോയിക്കൂടാ മോനെ, ഉടനെ ഒരു ഫോൺ കോൾ വരും. അതിന് ശേഷം നമ്മൾ ആഘോഷം തുടങ്ങിയാൽ മതി. അതെങ്ങനെയാ ആഘോഷിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരണ്ടേ? വേണം. എല്ലാം കഴിഞ്ഞ് 16 കഴിയുമ്പം പിന്നെ മഹാലക്ഷ്മി ഇവിടെ നിന്ന് പടിയിറക്കി വിടുന്ന ഒരു ചടങ്ങുണ്ട്. അതും കഴിഞ്ഞ് നമ്മുടെ ഈ വീട്ടുമുറ്റത്ത് ചാണകവും തളിച്ചിട്ടാ നമ്മൾ ആഘോഷം തുടങ്ങാൻ പോകുന്നത്. ഈ കർക്കിടകം കണ്ണന്റെ മാസമാണെങ്കിൽ ചിങ്ങം നമുക്കുള്ളതാടാ. ഈ തിരുവോണം നമുക്കുള്ളത് തന്നെയാ. എന്റെ ഭാര്യ വീഡിയോ കോളാ. MD-യുടെ കസേരയിലാണോ ഇരിക്കുന്നേ? അതെ. അവിടെ ഉറച്ചിരുന്നോ? ഇനി ചിലപ്പോ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരും. അങ്ങനെ സ്ഥിരമായിട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഇത് പിന്നെ പറഞ്ഞതുകൊണ്ടിരുന്നതാ. കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ എല്ലാം ഓക്കെയാ. ആ, പിന്നെ നാളെ സാലറി കൊടുക്കുന്ന ദിവസം ഉണ്ണിക്കും അമ്മാനൊക്കെ ഉള്ള സാലറി എല്ലാ 1-ാം തീയതിയും അക്കൗണ്ടിലേക്ക് പോവാറുണ്ട്. പക്ഷേ നാളെ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചിരിക്കുക. അവരെല്ലാവരും തന്റെ അടുത്തേക്ക് വരട്ടെ, എന്നിട്ട് അവരെല്ലാവരും സാലറി കളക്ട് ചെയ്യട്ടെ. അയ്യോ, അത് വേണോ? ഉറപ്പായിട്ടും വേണം. തന്റെ മുമ്പില് അവരങ്ങനെ തല താഴ്ത്തി നിന്ന് ശമ്പളം വാങ്ങട്ടെ. ഞാനില്ലെങ്കിലും അവിടെ ഒരാളുണ്ടാവുന്നുള്ള ബോധം അവരിലൊക്കെ ഉണ്ടാവട്ടെ. അതിനി അടുത്ത വഴക്കിന് കാരണമാവോ? എന്നെപ്പോലെ തന്നെ എന്റെ സ്വത്തിലും ബിസിനസ്സിലും എല്ലാം ഭാര്യയ്ക്കും അവകാശമുണ്ട്. അതിനവിടെ ആരും വഴക്കിടേണ്ട കാര്യമൊന്നുമില്ല. അതെ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചോണേ. തോമസ് ഡോക്ടർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചോണം. അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ തന്നെ പോലൊരാള് ദാ ഇവിടെ അടുത്തുണ്ട്. അനന്തു ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഹായ് മഹി. ഹായ്. ഹായ്. മഹി വിഷമിക്കണ്ട, ഇവന്റെ എല്ലാ കാര്യങ്ങളും
ഞാൻ കൃത്യമായിട്ട് നോക്കിക്കോളാം. ആ ആശ്വാസത്തിലാ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. എന്നാ പിന്നെ അവിടെ ഉറച്ചിരുന്നോ. ശരി. ശരി, ഞാൻ വിളിക്കാം. വെക്കട്ടെ കണ്ണേട്ടാ. ഉം. എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ തിടുക്കമായി. അതൊന്നും വേണ്ട, അവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് വന്നാ മതി. ഓക്കെ. ശരി.